കായികമന്ത്രി വി അബ്ദുറഹ്മാനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ഒളിമ്പിക് അസോസിയേഷൻ. ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ മോശം പ്രകടനത്തിന് ഉത്തരവാദികൾ കായികമന്ത്രിയും സ്പോർട്സ് കൗൺസിലുമാണ്. കഴിഞ്ഞ 4 കൊല്ലമായി കായികമന്ത്രിയുടെ സംഭാവന വട്ടപൂജ്യമാണ്. താരങ്ങൾക്ക് പരിശീലന സൗകര്യവും സാമ്പത്തിക പിന്തുണയും നൽകിയില്ലെന്നും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ 24-നോട് പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ആ സ്പോർട്സ് വകുപ്പ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാം സിഗറോ പ്രകടനമാണ്, വട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ മേഖലയ്ക്ക് ഒരു സംഭാവനയും കായിക മന്ത്രിയിൽ നിന്നോ സ്പോർട്സ് കൗൺസിലിൽ നിന്നോ കഴിഞ്ഞ 4 വർഷമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. അതിൻ്റെ റിസൾട്ടാണ് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊടുക്കാതെ, സമയത്ത് ഭക്ഷണം കൊടുക്കാതെ, അവരെ യാതൊരു രീതിയിൽ അവരൊരു കൺസിഡറേഷൻ കിട്ടാത്ത രീതിയിലാണ് അവർ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. കായിക സംഘടനകളെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ജോലി, മന്ത്രിയുടെ ജോലി. ഓക്കെ, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ ചെയ്യുന്നു. അനിൽ, സുനിൽ പറയുന്നുള്ളതാണ്, ദേശീയ ഗെയിംസിൽ പരമമായ നാണക്കേട് ഉണ്ടാക്കിയതാണ് നമ്മുടെ പട്ടികയിലെ നമ്മുടെ നില. പരിതാപകരമായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുള്ള സമയമാണോ ഇനി അനിൽ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ദേശീയ ഗെയിംസിൽ ചരിത്രത്തിലില്ലാത്ത വലിയ നാണക്കേടാണ് ഇത്തവണ കേരളത്തിനുണ്ടായത്. 14-ാം സ്ഥാനത്താണ് കേരളം ഇത്തവണ പോയിന്റ് പട്ടികയിൽ ഫിനിഷ് ചെയ്തത്. വെറും 54 മെഡലുകൾ, 13 സ്വർണം. കഴിഞ്ഞ തവണ 36 സ്വർണം നേടിയെടുത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ. കളറിപ്പയറ്റിനെ ഉൾപ്പെടുത്തിയില്ല എന്ന തരത്തിലൊക്കെ വാദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല. 2015 162 മെഡലുകൾ നേടിയ ഒരു ടീമിനാണ് ഈ വലിയ സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണം കായിക മന്ത്രിയും സ്പോർട്സ് കൗൺസിലും എന്നാണ് ഇപ്പോൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ പറയുന്നത്. കോവിഡിന് ശേഷം മതിയായ സാമ്പത്തിക പിന്തുണയോ ഇല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസോ ഒന്നും തന്നെ കായിക വകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മതിയായ സംഘടനകൾക്ക് ഉള്ള സാമ്പത്തിക സഹായം പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള വലിയ നിരുത്തരവാദപരമായ പരിപാടികളാണ് കേരളത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന രൂക്ഷ വിമർശനമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഇനിയും ഉണ്ടാവും. ആ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞാലും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ തരത്തിലായിരിക്കും ചർച്ചകളെന്ന് ഉറപ്പാണ്. കായിക മന്ത്രിയുടെ വിശദീകരണവും ഇക്കാര്യത്തിൽ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തർക്കം കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഒട്ടും തന്നെ നല്ലതല്ല. പക്ഷേ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ അഭിപ്രായ പ്രകടനം കൊണ്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. അടുത്ത മേഘാലയ ദേശീയ ഗെയിംസിലേക്ക് വരുമ്പോഴേക്കും കേരളത്തിലേക്ക് ടോപ്പ് 3-ലേക്കെങ്കിലും എത്തിക്കണമെങ്കിൽ ഇനിയെങ്കിലും കായിക വകുപ്പും സ്പോർട്സ് കൗൺസിലും ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. എന്തായാലും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറാണ് രൂക്ഷ വിമർശനം 24 നടത്തുന്നതെന്ന് പറഞ്ഞാൽ കായിക മന്ത്രിയുടെ സംഭാവന വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഇപ്പോൾ കായിക മന്ത്രിയുടെ പ്രതികരണത്തിന് ഊഴമാണ്. അത് കഴിഞ്ഞാൽ ഒരു വാക്പോരിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.